നെക്സ്റ്റ് ടോപ്പിക്കാണ് കോർപ്പറേറ്റ് വെയിൽ. Juristic point of view, a company is a legal person distinct from its members. This recognition of the company as a separate legal entity and liable for its assets for its own assets and liabilities is known as corporate veil. The effect of this principle is that there is a fictional veil between the company and its members. കോർപ്പറേറ്റ് വെയിൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കോർപ്പറേറ്റിൻ്റെ ഒരു മറ എന്നുള്ള രീതിയിലാണ്. അതായത് ജുറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് വേറെയാണ്. അതിൻ്റെ മെമ്പേഴ്സും കമ്പനി എന്ന് പറയുന്നത് വേറെ വേറെ പേഴ്സൺസ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ കമ്പനിയുടെ ലാബിലിറ്റിയും അതുപോലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റിയും സെപ്പറേറ്റ് ആണ്. മെമ്പേഴ്സ് അവരുടെ ഓൺ അസറ്റ്സിനും ലാബിലിറ്റീസിനും മാത്രമാണ് ലേബിളായിരിക്കുക. അതിൻ്റെ അവകാശം മാത്രമേ അവർക്കുള്ളൂ. ഈ ഒരു പ്രിൻസിപ്പിളാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ദ എഫക്റ്റ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദർ ഈസ് എ ഫിക്ഷണൽ വെയിൽ ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ദി മെമ്പേഴ്സ്. അതായത് മെമ്പേഴ്സും കമ്പനീസ് തമ്മിൽ എന്തുണ്ട്, ഒരു ഫിക്ഷണൽ വെയിൽ ഉണ്ട്, അതായത് ഒരു മറ ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതായത് കമ്പനി മെമ്പർ എന്ന് പറയുന്നത്, കമ്പനിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നതും രണ്ടും വേറെ വേറെയാണ്. അതായത് നമ്മൾ കമ്പനിയുടെ ഫീച്ചറിൽ പഠിച്ചിട്ടുണ്ട് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണെന്ന്. അപ്പോൾ കമ്പനിയുടെ ലാബിലിറ്റി ആർക്ക് ലേബിൾ ആയിരിക്കില്ല, കമ്പനിയിലെ മെമ്പേഴ്സ് ലേബിൾ ആയിരിക്കില്ല. അപ്പോൾ മെമ്പേഴ്സ് എത്രയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന് മാത്രമേ അവർക്ക് ലാബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ കമ്പനിയുടെ ലാബിലിറ്റി ആയിട്ട് അവർ വേറെ വേറെയാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനെയാണ് എന്ത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മറ, കമ്പനി ഇവിടെ ആയിരിക്കും, അതുപോലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പുറത്തായിരിക്കും. അപ്പോൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെൻറ്ററിലായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഒരു വെയിലാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ. ദ ടേം ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ മീൻസ് where a fraudulent and dishonest use is made of the legal entity, the individuals concerned will not be allowed to take shelter behind the corporate personality. In this regard, the court will break through the corporate shell and apply the principle of lifting or piercing through the corporate veil. അതായത് എന്തെങ്കിലും ഫ്രോഡുലൻ്റോ അതുപോലെ ഡിസ്ഹോണസ്റ്റൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ, ലീഗൽ എൻറ്റിറ്റിയുടെ മുകളിൽ നടക്കുകയാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, കമ്പനി ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സും പറഞ്ഞാൽ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ മെമ്പേഴ്സ് തന്നെ എന്ത് ചെയ്യാണ്, മെമ്പേഴ്സ് അറിയാണ്ട് കമ്പനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ കമ്പനി ഈ ഒരു ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കോർപ്പറേറ്റ് ഷെല്ല് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കോർപ്പറേറ്റ് ഷെൽ എന്നുള്ള ആ കൺസെപ്റ്റ് അവിടെ ബ്രേക്ക് ചെയ്യും. അത് ചില കേസിലാണ് ഈ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ആ കേസസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് അണ്ടർ ജുഡീഷ്യൽ ഇൻ്റർപ്രിറ്റേഷൻ വഴി. അതായത് കോടതി പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കോർപ്പറേറ്റ് വെയിൽ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് ദി കോർപ്പറേറ്റ് വെയിൽ എങ്ങനെ നടത്താം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. ദ കോർട്ട് മേ ഇഗ്നോർ ദി കോർപ്പറേറ്റ് എൻറ്റിറ്റി ഓഫ് എ കമ്പനി വേർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടാക്സ് ഇവേഷൻ. ടാക്സ് പ്ലാനിങ് മേ ബി ലെജിറ്റിമേറ്റ് പ്രൊവൈഡ് ഇറ്റ് ഈസ് വിത്തിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ലോ. അതായത് ടാക്സ് അടയ്ക്കുക എന്നുള്ളത് എല്ലാ കമ്പനീസിൻ്റെ ആണെങ്കിലും എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ ആണെങ്കിലും ഒരു കടമയാണ്. അപ്പോൾ റവന്യൂ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോർട്ട് എന്ത് ചെയ്യും, കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ളത് നോക്കില്ല. കാരണം മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഇവർ എന്ത് ചെയ്യും, കോർട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പറയുന്നതാണ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്റ്റ്. The legal personality of a company may also be disregarded as the interest of justice for the machinery of incorporation has been used to some fraudulent purpose like defrauding creditors or to avoid legal obligations. അതായത് ഫ്രോഡും അതുപോലെ ഇംപ്രോപ്പർ കണ്ടക്റ്റൊക്കെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോടതി എന്ത് പറയും,
ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയും. ഈ കോർപ്പറേറ്റ് വെയിൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ള പറയാറുണ്ട്. മൂന്നാമത്തെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദി എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. അതായത് കമ്പനിയുടെ എനിമി ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എ കമ്പനി മേ അസ്യൂം എനിമി ക്യാരക്ടർ when persons in de facto control of its affairs are residents in a enemy country. In such a case, the court may examine the character of persons in real control of the company and declare the company to be an enemy company. അതായത് കമ്പനി നടത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും എനിമി ക്യാരക്ടർ ഉണ്ടെങ്കിൽ കമ്പനീനെ എന്ത് ചെയ്യാണ്, കോർപ്പറേറ്റ് വേ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കമ്പനീനെ എനിമി കമ്പനിയായിട്ട് ഡിക്ലെയർ ചെയ്യും കോർട്ട്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വേർ ദ കമ്പനി ഇസ് എ ഷാ. The court also lift the veil where the company has been formed for some fraudulent purpose or is a sham. അതായത് കമ്പനി ഒരു ഫ്രോഡുലന്റ് പർപ്പസിനോ അല്ലെങ്കിൽ ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ കോർട്ട് എന്ത് ചെയ്യും, ഈ ഒരു കോർപ്പറേറ്റ് വേ എന്നുള്ളത് ബ്രേക്ക് ചെയ്യും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കമ്പനി അവോയ്ഡ് ലീഗൽ ഒബ്ലിഗേഷൻ. അതായത് കമ്പനി എന്ത് ചെയ്യാണ്, ലീഗലായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ്ട് കമ്പനി അവരുടെ ഇഷ്ടത്തിന് നടക്കുകയാണെങ്കിൽ കോർട്ട് ലിഫ്റ്റിംഗ് ഓഫ് പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ കമ്പനിയോട് ആവശ്യപ്പെടും. കാരണം the use of an incorporated company being made to avoid legal obligation, the court may discard the legal personality of the company and proceed on the assumption as if the company existed. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സും വൈയും എന്താണ്, ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ എന്ത് ചെയ്തു, സെൽ ദയർ ബിസിനസ് ടു സെറ്റിന് സെല്ല് ചെയ്യാണ്. ആൻഡ് അണ്ടർടേക്ക് നോട്ട് ടു സ്റ്റാർട്ട് എ സിമിലർ ബിസിനസ് ആൻഡ് നോട്ട് ടു കോമ്പീറ്റ് വിത്ത് സെറ്റ് ഫോർ എ certain number of years. After some, they form a private limited company and become principal shareholders and directors start a similar business. അതായത് എയും ബിയും സെഡും വൈ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്നേഴ്സ് അവരുടെ ബിസിനസ് സെഡിന് സെല്ല് ചെയ്യാണ്. എന്നിട്ട് പറയുക, ഒരു എഗ്രിമെൻറ്റ് വെക്കുകയാണ്, എന്ത് ചെയ്യുക, കുറച്ച് വർഷത്തേക്ക് സിമിലർ ബിസിനസ് നടത്തില്ല എന്നുള്ളത് എഗ്രിമെൻറ്റ് ചെയ്യുകയാണ്. പക്ഷെ എന്ത് ചെയ്യാണ്, അവർ വീണ്ടും ബിസിനസ് സിമിലർ ആയിട്ടുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്ത് ഇവർ ഈ ഒരു കമ്പനീനെ കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലീഗൽ ഒബ്ലിഗേഷന് എതിരാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് വേ എന്നുള്ള കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി ആക്ടിങ് ആസ് എ ഏജൻറ് ഓർ ട്രസ്റ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനി ഷെയർ ഹോൾഡറിൻ്റെ അല്ലെങ്കിൽ ട്രസ്റ്റിയുടെ ഒക്കെ ഏജൻ്റായിട്ട് ആക്ടിങ് ആസ് ഏജൻറ്റോ അല്ലെങ്കിൽ ട്രസ്റ്റിയോ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റോ ട്രസ്റ്റി ആയിട്ട് കമ്പനി ആക്ട് ചെയ്യുകയാണെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വേയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ കമ്പനി ഈസ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി ലേബിൾ ഫോർ ദി ആക്ട്സ് ഓഫ് ദി കമ്പനി. അങ്ങനെയാണ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്താണ്, കമ്പനിയുടെ എല്ലാ കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഷെയർ ഹോൾഡേഴ്സ് ഉത്തരവാദികളാണ്. അങ്ങനെയാണെങ്കിലും ഈ കോർപ്പറേറ്റ് വേ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ common as avoidance of taxation and approach to the courts in considering problems arising out of such avoidance is generally the same as avoidance of taxation. അതായത് ടാക്സ് എന്ന് അടയ്ക്കേണ്ടത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ടാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വെൽഫെയറിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലും ഈ കോർപ്പറേറ്റ് വേ എന്നുള്ള കൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് പോളിസി. പബ്ലിക് പോളിസീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കോർപ്പറേറ്റ് വേയിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നതാണ് അണ്ടർ എക്സ്പ്രസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പണിഷ്മെൻറ്റ് ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ബൈ ഫർണിഷിംഗ് ഫാൾസ് ഇൻഫോർമേഷൻ. സെക്ഷൻ 7(7) പറയുന്നതാണ്. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യാണ്, കമ്പനി ഹാസ് ബീൻ ഗോട്ട് ഇൻകോർപ്പറേറ്റഡ് ബൈ ഫർണിഷിംഗ് എനി ഫാൾസ് ഓർ ഇൻകറക്റ്റ് ഇൻഫർമേഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ബൈ suppressing any material fact or information in any document or declaration filed or made for incorporating such a company. The tribunal may, on the application made to pass an order for winding up of the company. അതായത് കമ്പനി തെറ്റായ ഇൻഫർമേഷൻസ് നടത്തിയിട്ടാണ് കമ്പനി ഫോം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ കമ്പനിക്ക് കോർട്ടിന് എന്ത് ചെയ്യാൻ പറ്റും,
അല്ല, കോർട്ടിനല്ല, ഇത് പറയുന്ന എക്സ്പ്രസ് സ്റ്റാറ്റുട്ടറി പ്രൊവിഷൻ പ്രകാരം ബ്രേക്ക് ചെയ്യുക, അതായത് നിയമപ്രകാരം ബ്രേക്ക് ചെയ്യുക, കോർപ്പറേറ്റ് വെയിൽ തകർക്കുക. അപ്പോൾ കമ്പനിക്ക് വേണ്ടിയിട്ട് കമ്പനി ഈ തെറ്റായ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളത് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ഫ്രോഡുലൻ്റ് ആപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം. സെക്ഷൻ 251(1). Where it is found that an application by a company has been made with the object of avoiding the liabilities of the company, or with the intention to deceive the creditors or to defraud any other person, the person in charge of the management of the company, notwithstanding that the company has been notified as dissolved, be jointly severally liable to any person who had incurred loss or damage as a result of the company being noticed as dissolved. അതായത് ഫ്രോഡുലൻ്റ് അപ്ലിക്കേഷൻ ഫോർ റിമൂവൽ ഓഫ് നെയിം, കമ്പനിയുടെ പേര് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, കമ്പനിയിലെ മെമ്പേഴ്സ് തന്നെ ക്രെഡിറ്റേഴ്സിനെ ഡിസീവ് ചെയ്യാൻ, അതിന് ക്രെഡിറ്റേഴ്സിനെ തകർക്കണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തകർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഈ കോർപ്പറേറ്റ് വേ എന്നുള്ളത് തകർക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ലാബിലിറ്റി ഫോർ ഫ്രോഡുലൻ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്. സെക്ഷൻ 339 ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. In the course of winding up of the company, it appears that any business of the company has been carried on with the intent to defraud creditors of the company or any other persons for any fraudulent purpose. ഇതും എന്താണ്, ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺസിനോ ഫ്രോഡുലന്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് കമ്പനി തുടങ്ങുന്നതെങ്കിൽ, കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഇവരെ ചതിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോർട്ടിന് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കേസസ് ആണ് കോർപ്പറേറ്റ് വെയിലിൻ്റെ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കമ്പനി എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ പുതിയ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി, അതുപോലെ ഒബ്ജക്റ്റീവ്സ് നോക്കി, പിന്നെ കമ്പനി എന്താണ് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പഠിച്ചു. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കൈൻഡ്സ് ഓഫ് കമ്പനീസ്, അതിൽ ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദി ബേസ് ഓഫ് ലാബിലിറ്റി, ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതുപോലെ ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ ആൻഡ് ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി ആൻഡ് അതർ ടൈപ്സ് ഓഫ് കമ്പനീസ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് പഠിച്ചിട്ടുണ്ട്. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, പിന്നെ പുതിയൊരു കൺസെപ്റ്റായ 1% കമ്പനി പഠിച്ചു. പിന്നെ 1% കമ്പനിയുടെയൊക്കെ കൺവേർഷൻ നമ്മൾ പഠിച്ചു. അതുപോലെ രജിസ്റ്റേർഡ് കമ്പനീസ് പഠിച്ചു, ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, സ്മോൾ കമ്പനി, ഡിഫറെൻറ്റ് കമ്പനീസ്, ഡോർമെൻറ്റ് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, അസോസിയേറ്റ് കമ്പനി, പ്രൊഡ്യൂസർ കമ്പനി. ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള കോർപ്പറേറ്റ് വേയിൽ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലും അതുപോലെ ഫസ്റ്റ് മൊഡ്യൂളിലും ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയും പോർഷൻസാണ്. താങ്ക് യു ഓൾ.